ചേട്ടായിക്ക് മാതാവിൽ വിശ്വാസമുണ്ട്. പക്ഷേ ഇത്രയും പൈസ മുടക്കി കണ്ണൂരിൽ നിന്ന് ഇവിടെ വരെ വരണോ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ? നമ്മുടെ പള്ളിയിൽ മാതാവുണ്ട് എന്നാണ് ചേട്ടായി പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൃപാസനത്തിൽ വിടത്തില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വിളിച്ചു, ഫോണിൽ പത്രത്തിൽ നോക്കിയിട്ട് ഇവിടെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ഇവിടെ ഒരു കൗണ്ടറിലിരിക്കുന്ന ചേച്ചി ഫോൺ എടുത്തു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ചേച്ചി, എനിക്ക് അവിടെ വരണം കൃപാസനത്തിൽ, പക്ഷേ ചേട്ടായി എന്നെ വിടാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, മോളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, ടെൻഷൻ കൂട്ടരുത്. ടെൻഷൻ കൂട്ടിയാൽ തന്നെ അത് പല പല പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് മോള് പ്രാർത്ഥിച്ചു. ഈ ഒരാഴ്ചത്തെ കൊന്ത നീ അവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്ക്, ഞാനും പ്രാർത്ഥിക്കാം, മോൾക്ക് ഇവിടെ വരാൻ പറ്റും എന്നാ ചേച്ചി എന്നോട് പറഞ്ഞു. എൻ്റെ സൗമ്യ, ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം മാർച്ച് 9-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കഴിഞ്ഞ വർഷം ജനുവരി ഫസ്റ്റ് വീക്കിൽ സഹിക്കാൻ പറ്റാത്ത വയറുവേദന, നടുവേദന, ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണം, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ആദ്യമൊന്നും ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല, കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുന്നത് തന്നെ പേടിയാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കുറച്ച് ടെൻഷനൊക്കെ കൂടുതലുള്ള ആളാണ്. എൻ്റെ പിള്ളേർക്ക് പനി വന്നാൽ പോലും എനിക്ക് ടെൻഷനാണ്. അപ്പം ഞാൻ ഈ ബുദ്ധിമുട്ട് കുറച്ച് ദിവസം ഞാൻ കൊണ്ടു നടന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്രസ്റ്റിൽ ചെറിയൊരു ഡിസ്ചാർജും കണ്ടു. അത് ഞാൻ സാക്ഷ്യത്തിൽ എഴുതിയിട്ടില്ല. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പം എല്ലാവരും ഇപ്പോൾ ചെയ്യണത് പോലെ ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, വേഗം യൂട്യൂബ് എടുത്തങ്ങ് അടിച്ചു നോക്കി. അപ്പോൾ ഒരു 5-8 വീഡിയോ കണ്ടപ്പം അതിലെല്ലാം പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണമാണ്, ഫസ്റ്റത്തെ ലക്ഷണമാണ് ബ്രസ്റ്റിൽ ഡിസ്ചാർജ് കാണുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് വല്ലാണ്ട് ടെൻഷനായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, വീട്ടിൽ പറയാൻ പേടി. ക്യാൻസർ എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എന്താ അവസ്ഥ എന്ന്. അപ്പം പിന്നെ വയറിൻ്റെ വേദന, നടുവേദന, കിടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, അതങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ സങ്കടപ്പെട്ട് ഞാനിങ്ങനെ മോനെ സ്കൂളിൽ വിട്ടിട്ട് കയറി പോകുമ്പോഴാണ് എനിക്ക് തൊട്ടടുത്ത വീട്ടിൽ നിന്നൊരു കൃപാസനത്തിലെ പത്രം കിട്ടുന്നത്. അപ്പോൾ കൃപാസനത്തെക്കുറിച്ച് എനിക്ക് അറിയാം, എൻ്റെ ചേട്ടയുടെ പെങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ കൂടുതലൊന്നും ഇതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ സാക്ഷ്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത്, ഞാനിങ്ങനെ വീട്ടിൽ തന്നെയുള്ളൂ, ചേട്ടായി പണിക്ക് പോയി ജോലിക്ക് പോയി കഴിഞ്ഞാൽ, പിള്ളേരും പോയി കഴിഞ്ഞാൽ തന്നെയുള്ളൂ. അപ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ മുട്ടുകൂത്തി കിടന്ന് ഞാൻ കരയുവാണ്. ഞാൻ തന്നെയുള്ളൂ വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ വേറെ ആരുടെ അടുത്തത് പറയുന്നില്ല, ഞാൻ തന്നെ കരയാണ്. മാതാവേ, എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം, കാരണം ഹോസ്പിറ്റലിൽ പോയാൽ എന്താ അവർ പറയാമെന്ന് എനിക്കറിയത്തില്ല സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് എങ്ങനെയും എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം, ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തോളാം, എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ ചേട്ടായിക്ക് മാതാവിൽ വിശ്വാസമുണ്ട്. പക്ഷേ ഇത്രയും പൈസ മുടക്കി കണ്ണൂരിൽ നിന്ന് ഇവിടെ വരെ വരണോ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ? നമ്മുടെ പള്ളിയിൽ മാതാവുണ്ട് എന്നാണ് ചേട്ടായി പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൃപാസനത്തിൽ വിടത്തില്ല. എന്നിട്ട് ഞാനിവിടെ വിളിച്ചു, ഫോണിൽ പത്രത്തിൽ നോക്കിയിട്ട് ഇവിടെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ഇവിടെ ഒരു കൗണ്ടറിലിരിക്കുന്ന ചേച്ചി ഫോൺ എടുത്തു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ചേച്ചി, എനിക്ക് അവിടെ വരണം കൃപാസനത്തിൽ, പക്ഷേ ചേട്ടായി എന്നെ വിടാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, മോളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, ടെൻഷൻ കൂട്ടരുത്. ടെൻഷൻ കൂട്ടിയാൽ തന്നെ അത് പല പല പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് മോള് പ്രാർത്ഥിച്ചു. ഈ ഒരാഴ്ചത്തെ കൊന്ത നീ അവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്ക്, ഞാനും പ്രാർത്ഥിക്കാം, മോൾക്ക് ഇവിടെ വരാൻ പറ്റും എന്നാ ചേച്ചി എന്നോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് വയറുവേദന നിക്കക്കള്ളി ഇല്ലാണ്ടായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, DNC ചെയ്യണം, അല്ലാതെ പറ്റത്തില്ല. കാരണം തിക്നെസ് 13 നോർമൽ, എനിക്കത് 22 കഴിഞ്ഞു. പിന്നെ 2 ഓവറിയിൽ സിസ്റ്റുണ്ട്. എനിക്ക് ചെറിയൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, അത് ലാർജ് ഫൈബ്രോയിഡ് എന്നാണ് അതിനകത്ത് എഴുതി കാണിച്ചിരിക്കുന്നത്. പിന്നെ ബ്രസ്റ്റിൽ സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു തടിപ്പും കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, തടിപ്പ് പേടിക്കാനില്ല, അത് ഹോർമോൺ വേരിയേഷൻ്റെ ആവാം, പക്ഷേ DNC ചെയ്യാതെ പറ്റത്തില്ല, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ വരുന്നതെന്ന് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അത് കഴിഞ്ഞ് വീട്ടിലപ്പോൾ ചേട്ടയുടെ പെങ്ങന്മാരൊക്കെ നേഴ്സുമാരാണ്. അപ്പോൾ അവർ പറഞ്ഞു, പേടിക്കേണ്ട, നമുക്ക് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം, വേറൊരു ഹോസ്പിറ്റലും കൂടെ പോയി ഒന്ന് എടുത്ത്. അപ്പോൾ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എനിക്കൊരു കുഴപ്പവും ഇല്ലാതിരിക്കുകയാണെങ്കിൽ, നോർമലാക്കി തരികയാണെങ്കിൽ ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തോളാം, സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 10 ദിവസത്തിന് ശേഷം, അതുവരെ എനിക്ക് വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ട്, 10 ദിവസത്തിന് ശേഷം ഞങ്ങൾ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ്ങിന് കയറി. അപ്പം ഞാനിങ്ങനെ അതുവരെ ഞാൻ എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടുത്തെ അച്ഛൻ്റെ ടോക്കുകളും പിന്നെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ പിന്നെ ഞാൻ വിശ്വാസ പ്രമാണം മുറുകെ പിടിച്ചു.
അപ്പോൾ ഓരോ സാക്ഷികളും കേട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ സ്കാനിങ്ങിൽ ടേബിളിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ആദ്യത്തെ സ്കാനിങ് എവിടുന്നാണ് ചെയ്തേ, എന്ത് ആവശ്യത്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ, നോർമലാണല്ലോ എന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പെട്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് കൈ കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ 22.2 ഉണ്ടായിരുന്ന എൻ്റെ തിക്നെസ് വെറും 6.2 2 ഓവറിയും നോർമലാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ചേട്ടയുടെ പെങ്ങൾ, അവൾ നേഴ്സാണ്, അവളെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി അവിടുത്തെ സ്കാനിങ് തെറ്റാ, വേറെ എവിടെയെങ്കിലും ഒന്നോടെ പോയി സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട്, ഞാൻ എവിടെ ഇനി സ്കാനിങ്ങിന് പോകുന്നില്ല. അന്ന് മുതൽ എനിക്ക് ആ വയറുവേദനയോ നടുവേദനയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാനിവിടുന്ന് പോയി. പക്ഷെ ഞാൻ നിയോഗത്തിൽ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യം എനിക്ക് അന്ന് ഇവിടുന്ന് തന്നെ സാധിച്ചു കിട്ടി. കാരണം കഴിഞ്ഞ 21 വർഷമായിട്ട് ഞാൻ കാലിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് രാത്രിയിൽ മാത്രം, പകലെനിക്ക് ഒരു കുഴപ്പമില്ല. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് വേദന തുടങ്ങും, ഞാൻ കിടന്ന് ഉരുളാൻ തുടങ്ങും. അടുത്ത് കിടക്കുന്നവരെ ഉറക്കത്തില്ല, ഭയങ്കര പ്രശ്നമാണ്. എനിക്കറിയില്ല അത് പറഞ്ഞറിയിക്കാൻ എങ്ങനെയാണ്. അങ്ങനെ കിടന്ന് ഉരുണ്ടോണ്ട് ഞാൻ അന്ന് വീട്ടിൽ ചെന്നപ്പം മുതൽ ഇന്ന് വരെ എനിക്ക് ആ കാലുവേദന ഉണ്ടായിട്ടില്ല. ഞാനത് നിയോഗത്തിൽ വെച്ചിട്ടുമില്ല. അപ്പോൾ ചേട്ടാ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർക്കുന്നത് തന്നെ. എനിക്കിങ്ങനെ ഒരു കാലുവേദന, ഞാനത് മറന്നേ പോയി. പിന്നെ അത് കഴിഞ്ഞുള്ളൊരു സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഹോർമോൺ വേരിയേഷൻ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. 68 എൻ്റെ ഹോർമോൺ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രൊലാക്റ്റിൻ കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് ബ്രസ്റ്റിൽ അങ്ങനെ ഡിസ്ചാർജ് വന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 8 മാസമെങ്കിലും ഗുളിക കഴിച്ചേ പറ്റൂ, അത് കുറച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 2 മാസം ഞാൻ ഗുളിക കഴിച്ചു. അത് കഴിയുമ്പോൾ ആ ഗുളിക കഴിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. അപ്പം ഞാൻ വീട്ടിൽ ആരുടെ അടുത്തും പറഞ്ഞില്ല. ഗുളിക ഞാൻ കറക്റ്റായിട്ട് പോയി വാങ്ങിയിട്ട് വന്നു, അത് മാറ്റി വെച്ചു. മാതാവിൻ്റെ ഉപ്പും തേനും മാത്രം ഞാൻ ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഇന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ മാത്രമാണ് എൻ്റെ വീട്ടിൽ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്, അവർക്ക് പോലും അറിയുള്ളൂ ഞാൻ ഗുളിക കഴിച്ചിട്ടില്ല എന്ന്. 2 മാസത്തിന് ശേഷം ഞാൻ ആ ഗുളിക കഴിച്ചില്ല. ആ ഗുളിക ഇപ്പോഴും വീട്ടിൽ അലമാരിക്കകത്ത് ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെ പോരാൻ നേരത്താണ് ചേട്ടായുടെ അടുത്ത് പറഞ്ഞതുപോലും. ഞാൻ മിനിങ്ങാന്ന് പോയി. അത് കഴിഞ്ഞ് 68 ഉണ്ടായിരുന്നത് ലേശം കുറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി, 20 എൻ്റെ ഹോർമോൺ നോർമലായി. ഡോക്ടറിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ 68. പിന്നെ ചേട്ടായി മദ്യം കഴിക്കുന്ന ആളായിരുന്നു കഴിഞ്ഞ 12 വർഷമായിട്ട്. അങ്ങനെ അലമ്പും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കഴിക്കും. പക്ഷെ ഞാനങ്ങനെ കഴിക്കരുതെന്ന് പറയാനോ ദേഷ്യപ്പെടാനോ ഒന്നും പോയിട്ടില്ല. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അതെങ്ങനെയെങ്കിലും മാറ്റി കൊടുക്കണം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ആഴ്ച ചേട്ടായിക്ക് പെട്ടെന്നൊരു വയറുവേദന. അപ്പോൾ അങ്ങനെ പോയി സ്കാൻ ചെയ്തപ്പോൾ ചെറുതായിട്ടൊരു ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് കണ്ടപ്പോൾ ഞാൻ ചേട്ടായോട് പറഞ്ഞു, ചേട്ടാ ഇനി കഴിക്കാൻ പാടില്ല, കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടും, പ്രശ്നമാവും എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടായി കഴിക്കൽ നിർത്തി. ഇപ്പോൾ ഒരാഴ്ചയായി, ഇതുവരെ തൊട്ടിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഫാറ്റി ലിവറിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും, ബ്ലഡെല്ലാം നോർമലാണ്, ഒരു കുഴപ്പമില്ല. ഇപ്പം വയറുവേദനയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ ഇവിടെ നിന്ന് പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ സഭാകമ്പം നന്നായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു 2-3 പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ സംസാരിക്കാൻ പറ്റിയ ഇത്ര ആൾ കണ്ടിട്ട് എനിക്കൊരു വിറയോ പേടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ഞാനൊരു PTA മീറ്റിങ്ങിന് പോലും പോകാത്തൊരു വ്യക്തിയാണ്. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഞാൻ ഒഴിവാക്കും, കാരണം ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കണ്ടേ. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെയൊന്നും പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സിസ്റ്റർ അവിടെ നിന്ന് ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോഴും എനിക്ക് ടെൻഷൻ ആവുമായിരുന്നു. പക്ഷെ ഇവിടെ കയറിയപ്പോൾ മുതൽ എനിക്കൊരു കുഴപ്പവും കൂടാതെ സംസാരിക്കാൻ പറ്റി. അതും അമ്മ തന്നൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു.